إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെയും ആദ്യമേ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബ് സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് തഖ്വയോടുകൂടി ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിക്കാഹുമായി ബന്ധപ്പെട്ട അതിന് മുന്നോടിയായി നമ്മൾ ശ്രദ്ധിക്കേണ്ട പെണ്ണ് കാണൽ അതെങ്ങനെ ആയിരിക്കണം, അതിൻ്റെ മര്യാദകളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹിനെക്കുറിച്ച് മീസാഖൻ ഗലീദ, ഏറ്റവും ശക്തമായ ഒരു കരാർ, ഉടമ്പടി എന്നാണ് പരിചയപ്പെടുത്തിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദീനിൻ്റെ പകുതി പൂർത്തീകരിക്കുന്നതാണ് നിക്കാഹ് എന്നുള്ളത്. അപ്പോൾ ഗൗരവമുള്ള വിഷയമാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിക്കാഹ് എന്നുള്ളത്. നമ്മുടെ ഇബാദത്തിന് പുറമെ ദീനിൻ്റെ പകുതി നിക്കാഹിലൂടെ പൂർത്തീകരിക്കപ്പെടും എന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസവ്വജുൽ വദൂദൽ വലൂദ്, ഏറെ സ്നേഹവതികളായ ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ കല്യാണം കഴിക്കുക എന്നാണ്. എന്നിട്ട് പറഞ്ഞു, അതിൻ്റെ കാരണം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നിക്കാഹിൻ്റെ ഒരു ഹിക്മത്ത് കൂടി പറയാണ്. ഫഇന്നി മുകാതിറും ബികും അൽ ഉമമ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്ത് ധാരാളമായി എനിക്ക് കാണണം എന്നാണ്. അപ്പോൾ അതിനാണ് ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നല്ല സ്നേഹിക്കുന്ന, ധാരാളം പ്രസവിക്കുന്ന സ്ത്രീകളെ നിങ്ങൾ വിവാഹം കഴിക്കണം എന്നുള്ളത്. നോക്കൂ, യൂറോപ്പിലെ പല യൂണിവേഴ്സിറ്റികളിലും അവിടെ ഹോസ്റ്റലുകളിൽ ഒരു ആണും പെണ്ണും
ഒരൊറ്റ റൂമിൽ 2 പേരായി അവർ ആ നിലക്ക് അനുവദിക്കുകയാണ്. അതിന് അവർ ആദ്യമേ തുടക്കത്തിൽ തന്നെ ഗർഭനിരോധന കിറ്റുകൾ അവരുടെ കൈകളിൽ കൊടുക്കുകയാണ്. അവർക്ക് ആകെ പ്രശ്നമുള്ളത് എന്താണ്? ഗർഭം ധരിക്കരുത്, അതുമാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. എന്നാൽ ഇസ്ലാം ഇത്തരം മ്ലേച്ഛതകളെ, അല്ലേ, അത്തരം രാജ്യങ്ങളെപ്പറ്റി പറയുന്നത് തന്നെ ഫാദർലെസ് കൺട്രീസ് എന്നാണ്. തന്തയില്ലാത്ത രാജ്യങ്ങൾ, അല്ലെ, അമേരിക്കയെക്കുറിച്ചൊക്കെ ആ നിലയ്ക്ക് പറയപ്പെടാറുണ്ട്. വ്യഭിചാരങ്ങൾ വ്യാപകമാണ്, അവർക്കതൊരു പ്രശ്നമല്ല. എന്നാൽ ഇസ്ലാം അത്തരം തോന്നിവാസങ്ങളെയെല്ലാം വളരെ ശക്തമായി തന്നെ നിരാകരിക്കുന്നുണ്ട്, അല്ലെ. വ്യഭിചാരം പോലെയുള്ള, സ്വവർഗരതി പോലെയുള്ള അത്തരം ലൈംഗികമായ അരാജകത്വത്തെ ശക്തമായി തന്നെ ഇസ്ലാം എതിർക്കുന്നുണ്ട്. അതിന് ഏറ്റവും നല്ല ഒരു പരിഹാരവും കൂടി ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതാണ് നിക്കാഹ്. അതിലൂടെ ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കാനും തൗഹീദുള്ള മക്കളെ, തൗഹീദുള്ള ഒരു തലമുറയെ വാർത്തെടുക്കാനുമാണ് ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നത്. അപ്പോൾ ആ നിക്കാഹിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. ആരായിരിക്കണം, എങ്ങനെ ആയിരിക്കണം നമ്മുടെ നിക്കാഹ്, ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന അതിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ആരാണ് ഒരു നല്ല ഭർത്താവ്, എങ്ങനെ ആയിരിക്കണം ഭർത്താവ്, എങ്ങനെ ആയിരിക്കണം ഒരു ഭാര്യ, നല്ല പെണ്ണ് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ നമ്മൾ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നിക്കാഹ് എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അതിൻ്റെ നിബന്ധനകൾ 4 എണ്ണമാണ്. നിസ്സാരമായ 4 നിബന്ധനകളാണ് അതിനുള്ളത്. പലപ്പോഴും ഇത് ആളുകൾ മനസ്സിലാക്കാറില്ല. തമാശക്ക് പറയാറുണ്ട്, കല്യാണ തിരക്കിനിടയിൽ നിക്കാഹ് മറന്നുപോയി എന്നൊക്കെ പറയാറുണ്ട്. അത് തമാശക്ക് പറയുകയാണെങ്കിലും നിക്കാഹിൻ്റെ ആ ഒരു ഗാംഭീര്യത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആഡംബരത്തിൽ നിക്കാഹ് എന്താണ് എന്ന് പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കാതെ പോകാറുണ്ട്. 4 നിബന്ധനകളാണ്. അതിലൊന്ന് ഈജാബും കബൂലുമാണ്. പെണ്ണിൻ്റെ രക്ഷിതാവ് വിവാഹം ചെയ്തു കൊടുത്തതായി പറഞ്ഞു കൊടുക്കുന്നു, അത് വരൻ ഏറ്റുവാങ്ങിയതായി അവൻ ചൊല്ലുന്നു. അതാണ് ഈജാബും കബൂൽ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് രക്ഷിതാവ് ഉണ്ടാകണമെന്നാണ്. പെണ്ണിന് വലിയുണ്ടാകണം. അത് അവളുടെ പിതാവോ അടുത്ത ബന്ധുവോ സഹോദരനോ ആയിരിക്കുക എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ നിക്കാഹ ഇല്ലാ ബി വലിയിൻ, വലിയില്ലാത്ത സ്ത്രീയുടെ നിക്കാഹ് അത് ശരിയാവുകയില്ല എന്നാണ്. അയ്യുമ ഇംറഅത്തിൻ നകഹത് ബിഗൈരി ഇദ്നി വലിയിഹാ ഫനികാഹുഹാ ബാത്തിലുൻ. വലിയിൻ്റെ, രക്ഷിതാവിൻ്റെ അനുവാദമില്ലാതെ ഒരു പെണ്ണ് കല്യാണം കഴിക്കുന്നുണ്ട് എങ്കിൽ ആ നിക്കാഹ് ബാത്തിലാണെന്നാണ്. എന്ന് വെച്ചാൽ ഒളിച്ചോടി ഏതെങ്കിലും പാർട്ടി ഓഫീസിലോ അങ്ങനെ പോയി മാല ഇട്ട് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫീസിൽ പോയി അവിടെ രജിസ്റ്റർ ചെയ്ത് വിവാഹം കഴിച്ചാൽ ആ വിവാഹം ഇസ്ലാമികമായി നിക്കാഹാവുകയില്ല. എന്ന് വെച്ചാൽ പിന്നീട് നടക്കുന്ന അവരുടെ ഇണചേരലെല്ലാം അത് വ്യഭിചാരമായി കണക്കൂട്ടുമെന്നാണ്. അവർ തിന്മയാണ്, അതുമുതൽ അവരുടെ ബന്ധം അത് ഹറാമായ ബന്ധമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതോടൊപ്പം വലിയായിരിക്കണം. ആരായിരിക്കണം? പുരുഷനായിരിക്കണം, അല്ലേ. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഷിയായിസവും അതേപോലെ സർവമത സത്യവാദവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഒരു മൗലവി, അദ്ദേഹം എന്ത് ചെയ്തു, ഖുർആനിൻ്റെ വ്യാഖ്യാനമൊക്കെ ഇറക്കിയിട്ടുണ്ട്. അദ്ദേഹം ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്ത്രീയെ കൊണ്ട് ആ സ്ത്രീയെ വലിയാക്കിയിട്ട് ഇസ്ലാം എന്തില്ല, ഇസ്ലാമിൽ നമ്മൾ പഠിപ്പിക്കുന്ന അഹ്ലുസുന്നയിൽ എന്തില്ല, ഇസ്ലാമിൽ കൃത്യമായ ഇസ്ലാമിൽ സ്ത്രീക്ക് പുരുഷൻ്റെ അതേ വിലയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഇത്രകാലം പോറ്റി വളർത്തിയ ഉമ്മാക്ക് ഒരു സ്ഥാനവുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു, സ്റ്റേജിലേക്ക് ഉമ്മാനെ കൊണ്ടുവന്ന് അയാൾ വലിയാക്കിയിട്ട് ആ ഉമ്മാനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിച്ചു. എന്നാൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് ലാ തുൻകിഹുൽ മർഅത്തുൽ മർഅ, ഒരു പെണ്ണിനെ വലിയായിട്ട് ആ നിലക്ക് പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് അത് നിക്കാഹ് ആവുകയില്ല എന്നാണ്. ഫഇന്നൽ ബഗിയ ഇന്നമാ തുൻകിഹു നഫ്സഹ, ഒരു വേശ്യയാണ് സ്വയം അവൾ എന്ത് ചെയ്യുന്നത്, അവളുടെ കല്യാണം അവൾ തന്നെ തീരുമാനിച്ച് കല്യാണം കഴിക്കുന്നത് എന്നാണ്. അപ്പോൾ അത് ഇസ്ലാമിൽ ശരിയാവുകയില്ല എന്നുള്ളതാണ്. അതേപോലെ ഇനിയിപ്പോൾ വലിയ ആരുമില്ലാത്തൊരു പെണ്ണാണെങ്കിൽ, അതല്ലെങ്കിൽ ദീനിലേക്ക് പുതുതായി കടന്നു വന്ന ഒരു പെണ്ണ് വലിയ ആരായിരിക്കണം, വിശ്വസ്തനായ ഒരു മുസ്ലിമായിരിക്കണം. അപ്പോൾ അവൾക്ക് ആരും ഉണ്ടാവില്ല. അവളുടെ വലിയ ഒന്നുകിൽ ഇസ്ലാമിൻ്റെ രാജ്യങ്ങളിലാണെങ്കിൽ അവിടുത്തെ ഭരണാധികാരിയാണ്, അതല്ലെങ്കിൽ ഖാളിമാരാണ്. നമ്മുടെ നാടുകളിൽ ഖത്തീബുമാരോ ദീനിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾക്കൊക്കെ ആ നിലക്ക് വലിയായി. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്,
പിന്നെ വലിയില്ലാത്ത ആളുകൾക്ക് അത്തരം വലിയ അസുൽത്താനു വലിയു മല്ല വലിയ ലഹു, അതിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ് ഖാദിമാരും ഖത്തീബുമാരും ആ നിലക്കുള്ള ആളുകൾ. അതോടൊപ്പം മറ്റൊരു നിബന്ധന എന്നുള്ളത്, മൂന്നാമത്തെ നിബന്ധന, സാക്ഷികൾ ഉണ്ടാവുക. വിശ്വസ്തരായ 2 മുസ്ലിം സാക്ഷികൾ നിക്കാഹിന് വേണം. അതേപോലെ നാലാമത്തേത് മഹർ ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു പുരുഷൻ അവൻ തൃപ്തിപ്പെട്ട് പെണ്ണിനൊരു ആദരവെന്ന നിലക്ക് കൊടുക്കുന്ന എന്തെങ്കിലും ഒരു മൂല്യം, അതാണ് മഹർ. അതോടുകൂടി ഇങ്ങനെ ഒരു സംഭവം, ഈ 4 കാര്യങ്ങളുണ്ട് എങ്കിൽ നിക്കാഹ് സാധുവാകും എന്നാണ്. അള്ളാഹു പറഞ്ഞില്ലേ, വആതു നിസാഅ സദഖാതിഹിന്ന നിഹ്ല, അത് സംതൃപ്തമായി നൽകലാണ്. എത്രയാണ് എന്ന് കൃത്യമായി ഇസ്ലാം പഠിപ്പിച്ചില്ല. മഹർ എത്ര കൊടുക്കണമെന്ന് കൃത്യമായി ഇസ്ലാമിൽ അങ്ങനെ പഠിപ്പിച്ചില്ല. കാരണം ഓരോ ആളുകളുടെയും അവസ്ഥക്കനുസരിച്ചായിരിക്കും അവരുടെ മഹർ അവർ നിശ്ചയിക്കുക. ഒരു ദരിദ്രനായ സ്വഹാബി വന്നു, അദ്ദേഹത്തിന് വിവാഹ ആലോചന ഉണ്ടായി, ഒരു പെണ്ണുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് കൈകളിലുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല റസൂലേ. അങ്ങനെയുള്ള ദരിദ്രന്മാരായ പാവപ്പെട്ട സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. റസൂലേ, ഒന്നുമില്ല കയ്യിൽ. എന്നിട്ട് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തെങ്കിലും ഉണ്ടോ നോക്ക്. വലൗ ബി ഖാതമി മിൻ ഹദീദ്, ഒരു സ്വർണത്തിൻ്റെ അല്ലെങ്കിൽ വെള്ളിയുടെ അല്ലെങ്കിൽ ഒരു ഇരുമ്പിൻ്റെ മോതിരെങ്കിലും ഉണ്ടോ നോക്ക് എന്ന് പറഞ്ഞു. അദ്ദേഹം പോയി നോക്കി, അതുമില്ല റസൂലേ, ഒരു ഇരുമ്പിൻ്റെ മോതിരം പോലും ഇല്ല. പിന്നെ എന്താ ഉള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഉടുത്തിട്ടുള്ള ഈ ഉടുതുണിയുണ്ട്, ഇത് വേണമെങ്കിൽ ഞാൻ കീറിയിട്ട് പകുത്ത് അവൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. റസൂലുള്ളാഹി ചോദിച്ചു, ഇത് നീ കീറിക്കഴിഞ്ഞാൽ നിനക്കും പറ്റൂല അവൾക്കും പറ്റൂല, പിന്നെ എന്തിനാണത്? പിന്നെ അദ്ദേഹം തിരിച്ചു പോകുമ്പോൾ റസൂലുള്ളാഹി വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ കൈകളിൽ നീ ഖുർആൻ പഠിച്ചിട്ടുണ്ടോ? എത്ര സൂറത്തുകൾ പഠിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇന്ന സൂറത്തുകളൊക്കെ പഠിച്ചിട്ടുണ്ട് റസൂലേ. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ ആ പഠിച്ച സൂറത്തുകൾ നിന്റെ വധുവായി വരുന്ന പെണ്ണിന് പഠിപ്പിക്കാമെന്ന നിലക്ക് ആ ഒരു കരാറിലായിക്കൊണ്ട് അതൊരു മഹറായി നിശ്ചയിച്ചിട്ട് നീ എന്ത് ചെയ്തോ, അവളെ വിവാഹം കഴിച്ചോ എന്ന് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ എന്താണ് ഉള്ളത്, ആ നിലക്ക് നമ്മൾ മഹർ കൊടുത്ത് കല്യാണം കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഖുർആൻ മഹറായി നൽകാറുണ്ട്. കല്യാണം വലിയ കോടികളൊക്കെ ചെലവഴിച്ചിട്ട് നടത്തുന്ന കല്യാണമായിരിക്കും. മഹർ അതൊരു നിസ്സാരമായ നിലക്ക് ഏറ്റവും ചുരുങ്ങിയതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ആ നിലക്ക് കൊടുക്കുന്ന ആളുകൾ, അതൊരു വലിയ സംഭവമൊന്നുമല്ല. ഖുർആൻ മഹറായി നൽകുക എന്നുള്ളത് അതൊരു വലിയ സംഭവമായിട്ട്, അതൊരു സുന്നത്തായ കാര്യമായിട്ട് ആരും കാണേണ്ടതില്ല. കാരണം റസൂലുള്ളാഹി അങ്ങനെ അതൊരു സുന്നത്തായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിലക്ക് കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാർക്ക് മഹർ നൽകിയത് നാണയത്തുട്ടുകളാണ്, സ്വർണ്ണ നാണയങ്ങൾ കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ മക്കളെ കല്യാണം കഴിക്കുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ജീവിതത്തിൽ അങ്ങനെ ഖുർആൻ കൊടുത്തിട്ട് ഉള്ള ഒരു മഹർ അത് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ഏറ്റവും ചുരുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഖൈറു സദാഖി ഐസറുഹു, മഹറിൽ ഏറ്റവും ഖൈറായിട്ടുള്ളത് അത് ചുരുങ്ങിയതാണ്, അത് പെണ്ണിനും ബറക്കത്തുള്ളതാണ് എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഖുർആൻ കൊടുക്കുക എന്നുള്ളത് അതൊരു ഷോ ആയിട്ട് അതല്ലെങ്കിൽ അത് വലിയൊരു പുണ്യമായിട്ട് അങ്ങനെ കാണേണ്ടതില്ല എന്നാണ് സാന്ദർഭികമായി സൂചിപ്പിക്കുവാനുള്ളത്. എന്താണോ ഒരു മൂല്യം എന്ന് വെച്ചാൽ ഖുർആനിന് മൂല്യമില്ല എന്നൊന്നുമല്ല, ഖുർആനിന് അതിൻ്റെതായ മൂല്യമുണ്ട്. എന്നാൽ നമുക്ക് നബിചര്യയിലൂടെ വന്നത് ആ നിലക്കുള്ള എന്തെങ്കിലും ഒരു മൂല്യം കൊടുക്കുക എന്നുള്ളതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആരാണ്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബികൾ ഒരുവനാണ്. ആ സ്വഹാബി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ റസൂലുള്ളാഹി ചോദിക്കുകയാണ്, എന്താ അബ്ദുറഹ്മാൻ ഒരു മാറ്റം? മാത്രമല്ല നിൻ്റെ ശരീരത്തിൽ, നിൻ്റെ വസ്ത്രത്തിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന സുഗന്ധം കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അന്ന് സ്ത്രീകൾ അവർ ഉപയോഗിച്ചിരുന്ന സുഗന്ധം അങ്ങനെയാണ്, കുറച്ച് ഡാർക്കായിട്ടുള്ള നല്ല നിറമുള്ള എന്നാൽ മണം കുറവുള്ള ഒരു സുഗന്ധമായിരുന്നു സ്ത്രീകൾ അന്ന് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഇത് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ അതല്ലെങ്കിൽ വസ്ത്രത്തിൽ കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താണ് അബ്ദുറഹ്മാൻ ഇത്? അപ്പോൾ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഒരു പെണ്ണിനെ വിവാഹം കഴിച്ചിരിക്കുന്ന റസൂലേ, അല വസ്നി നവാത്തിൻ, ഒരു ഈത്തപ്പഴ കുരുവിൻ്റെ അത്ര സ്വർണം നൽകിക്കൊണ്ട്, മഹർ നൽകിക്കൊണ്ട് ഞാൻ അവളെ വിവാഹം കഴിച്ചു റസൂലേ എന്നാണ്. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുന്നത് ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ്. റസൂലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു
അല്ലെ? ഇവർക്കൊക്കെ റസൂലുള്ള എന്ന് പറഞ്ഞാൽ ആരാണ്? അല്ലെ, ജീവനക്കാളേറെ ഇഷ്ടമാണ്. എന്നിട്ട് പോലും ആ റസൂലുള്ള സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വഹാബിയുടെ വിവാഹത്തെക്കുറിച്ച് അറിഞ്ഞില്ല. നമ്മുടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തായേനെ? എടാ, എന്നെ അറിയിച്ചില്ലല്ലോ, നീ എൻ്റെ കൺമുന്നിൽ കണ്ടുപോകരുത് എന്നാണ്. നമ്മുടെ നാട്ടിൽ എങ്ങനെയാണ്? ഒരു കല്യാണം കഴിയുമ്പോൾ 4 or 5 കുടുംബം അത് ആ ബന്ധം അവിടെ നിന്ന് അവസാനിച്ചിട്ടുണ്ടാവും. എന്താ പറയുന്നത്? ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നാണ്. ചിലർ പറയുന്നത് എന്താ? ഞങ്ങളെ ഇങ്ങോട്ട് വന്ന് ക്ഷണിച്ചിട്ടില്ല എന്നാണ്. ഫോണിലൂടെ ക്ഷണിക്കുക നമ്മൾ എന്നാണ് വലിയ പരാതിയായിട്ട് പറയുന്നത്. അതല്ലെങ്കിൽ ചില വീടുകളിൽ 1 ആഴ്ചയോ 2 ആഴ്ചയോ കല്യാണങ്ങളാണിപ്പോൾ. മഞ്ഞ കല്യാണവും പിങ്ക് കല്യാണവും അറബിക് കല്യാണവും അങ്ങനെ കുറേ കല്യാണങ്ങളുണ്ട്. ആകെ വിളിച്ചത് നിക്കാഹിന് മാത്രമാണ് എന്ന പരാതിയാണ്. അങ്ങനെ കുടുംബ ബന്ധം മുറിക്കുന്ന ആളുകൾ, സഹോദര ശ്രദ്ധിക്കണം. ഇതിൻ്റെ പേരിലൊക്കെ കുടുംബബന്ധം മുറിക്കുക എന്ന് പറഞ്ഞാൽ എത്ര മോശത്തരമാണത്. ഒരു പക്ഷെ അറിയാതെ വിളിച്ചിട്ടില്ല എന്ന് വരാം. ഇനി വിളിച്ചിട്ടില്ല എങ്കിൽ പോലും അവിടെ ഒന്നും കുടുംബബന്ധം മുറിക്കാനുള്ള ഒരു കാരണമേ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമ്മുടെ വിഷയം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ സ്വർണം നൽകിയിട്ടാണ് അവിടെ എന്ത് ചെയ്തത്? മഹർ നൽകിയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. പിന്നീട് അദ്ദേഹം വലിയ കച്ചവടക്കാരനാവുകയും വലിയ സമ്പന്നനാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ജീവിതങ്ങളിൽ നിന്നൊക്കെ, സ്വഹാബത്തിൻ്റെ ജീവിതങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാകുന്നത് അതാണ്. മഹർ എന്തെങ്കിലും മൂല്യം നൽകിക്കൊണ്ട് ആ നിലക്ക് കൊടുത്തുകൊണ്ട് വിവാഹം കഴിക്കുക എന്നുള്ളതാണ്. അപ്പം മഹറിലെ പല വഞ്ചനകളും നമ്മുടെ നാടുകളിൽ കാണാൻ സാധിക്കും, അല്ലെ? പല നിലക്കുമുള്ള വഞ്ചനകൾ കാണുന്നുണ്ട്. മഹർ സ്ത്രീധനമായി വാങ്ങുന്ന ആളുകളുണ്ട്, അല്ലെ? സ്ത്രീധനം മുമ്പ് വ്യാപകമായിരുന്നു. എന്നാൽ തൗഹീദി പ്രസ്ഥാനത്തിൻ്റെ ദഅവത്ത് കൊണ്ട്, പ്രബോധനം കൊണ്ട് ഒരുപാടത് മാറ്റം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പല നിലക്കുമുള്ള വഞ്ചനകൾ അതിൽ നടക്കുന്നുണ്ട്. ചില ആളുകൾ എന്ന് പറയും, സ്ത്രീകളിൽ നിന്ന്, സ്ത്രീയുടെ വാപ്പയിൽ നിന്ന്, രക്ഷിതാവിൽ നിന്ന് വാങ്ങും. 10 പവൻ വാങ്ങിയിട്ട് നിക്കാഹിൻ്റെ അന്ന് ഇതാ മഹറായിട്ട് ഞാൻ നൽകുന്നുവെന്ന് ആളുകളുടെ മുമ്പിൽ ഷോ കാണിച്ച് കൊടുക്കും. ചില ആളുകൾ എന്ത് ചെയ്യും? നിങ്ങൾ 10 പവൻ ഞാൻ മഹർ നൽകാം, നിങ്ങൾ 50 or 100 പവന് നിങ്ങൾ ഇട്ടാൽ മതി എന്ന് കണ്ടീഷന് വെക്കാം. എരപ്പത്തനമാണത്, എച്ചിത്തരമാണത്. ഒരു പുരുഷനും, നട്ടലുള്ള ഒരു പുരുഷനും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണത്. മഹർ എന്നത് പെണ്ണിന് കൊടുക്കേണ്ട കാര്യമാണ്. ആണ് സമ്പാദിച്ച കാര്യങ്ങളിൽ നിന്ന് കൊടുക്കേണ്ടതാണത്. അത് വലിയനുള്ളതല്ല, പെണ്ണിൻ്റെ രക്ഷിതാവിനുള്ളതല്ല, ഭർത്താവിനുള്ളതല്ല, അത് പെണ്ണിനുള്ളതാണ്, അല്ലേ? ഭർത്താവ് ആവശ്യപ്പെടുമ്പോൾ അതെനിക്ക് തരണം, അതെനിക്ക് ബിസിനസ് തുടങ്ങാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വാങ്ങുന്നവരുണ്ട്. അതിനൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി മറിച്ച് അവളുടെ ഇഷ്ടപ്രകാരം നൽകിയാൽ അത് വാങ്ങാമെന്നാണ്. അവളുടെ ഇഷ്ടപ്രകാരം, നിങ്ങൾ നമ്മുടെ വീട് പണി പൂർത്തിയാകാൻ കുറച്ച് ബാക്കിയുണ്ടല്ലോ, എൻ്റെ മഹറിൽ നിന്ന് ഒരല്പം എടുത്തോളി. അവൾ അങ്ങനെ ആ നിലയ്ക്ക് തൃപ്തിപ്പെട്ട് തരികയാണെങ്കിൽ വാങ്ങാമെന്നല്ലാതെ പുരുഷന് നിർബന്ധിച്ച് വാങ്ങുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കണം. അത് അവളുടെ ഹക്കാണ്, അത് തിരിച്ചു കൊടുക്കണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ സ്വന്തം സമ്പാദിച്ച് പുരുഷൻ അവൾക്ക് നൽകണം. അത് ഒരൊറ്റ ഘട്ടത്തിൽ തന്നെ ഒരുമിച്ച് തന്നെ കൊടുക്കണമെന്നില്ല, ഘട്ടം ഘട്ടമായിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാമിയുടെ ചരിത്രത്തിൽ നിന്ന് ഖുർആനിൽ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് അദ്ദേഹം മഹറായിട്ട് നൽകിയത്? അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഒന്നുമില്ല. മറ്റൊരു മദിയന് നാട്ടിലേക്ക് അദ്ദേഹം പലായനം ചെയ്തിരിക്കുകയാണ്. കൈകളിൽ ഒന്നുമില്ല, ഭക്ഷണമില്ല, പാർപ്പിടമില്ല, ഒരു 5 കായില്ല, അദ്ദേഹത്തിൻ്റെ പൈസയില്ല കൈകളിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ റബ്ബിനോട് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു അദ്ദേഹത്തിനൊരു അവസരം ലഭിക്കുകയാണ്, കല്യാണം കഴിക്കാനുള്ള ഒരു അവസരം ലഭിക്കുകയാണ്. ആ സ്ത്രീയുടെ ഉപ്പ പറയുകയാണ്, എൻ്റെ തോട്ടമുണ്ട്, ആ തോട്ടത്തിൽ 8 ഹിജജ് 8 വർഷമോ 10 വർഷമോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ജോലി ചെയ്യാം. അത് മഹറായിട്ട് അദ്ദേഹം സ്വീകരിച്ചു എന്നാണ്, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫിയ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നത് ആ അടിമത്തം മോചിപ്പിച്ചിട്ടാണ്. അവിടുത്തെ അടിമത്തം മോചിപ്പിക്കുക എന്നുള്ളത് മഹറായി നൽകിക്കൊണ്ട് അവിടുന്ന് വിവാഹം കഴിക്കുകയാണ്. അങ്ങനെ പല നിലക്കും എന്ത് ചെയ്തിട്ടുണ്ട്? മഹർ നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ നിക്കാഹ് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു വിഷയം എന്തെന്ന് വെച്ചാൽ, പ്രധാനപ്പെട്ട ഒരു വിഷയം വലീമയാണ്. ഭക്ഷണ സദ്യ ആളുകൾക്ക് നൽകുക എന്നുള്ളതാണ്. ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ പറയുന്നുണ്ട്. എന്നാൽ
ഇത് പരസ്യപ്പെടുത്തണം. നിക്കാഹ് എന്നുള്ളത് അത് പരസ്യപ്പെടുത്തണം എന്നുള്ളതാണ്. ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഹലാലായ ഇണചേരലിൻ്റെയും നിക്കാഹിൻ്റെയും ഹറാമായ ഇണചേരലിൻ്റെയും വ്യത്യാസം എന്നുള്ളത് ഒന്ന് പരസ്യപ്പെടുത്തിയിട്ടാണ്, മറ്റൊന്ന് രഹസ്യമായിട്ടാണെന്നാണ്. ഹലാലായത് പരസ്യപ്പെടുത്തിയിട്ടാണ്, അല്ലെ, എല്ലാവരും അതിന് അനുമോദനങ്ങൾ അർപ്പിക്കുന്നു, എല്ലാവർക്കും സന്തോഷമാണ് ആ ഒരു ഇണചേരലിന്. എന്നാൽ ഹറാമായത് രഹസ്യമായിട്ട് ആരും അറിയാൻ പാടില്ല എന്ന നിലക്കാണ് അത്തരക്കാർ ചെയ്യുന്നത്. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഔലിം വലൗ ബിശാത്തിൻ, നീ ഒരു ആടർത്തിട്ടെങ്കിലും എന്ത് ചെയ്യണം, വലീമ നൽകണമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ടായിരുന്നു. ആ കഴിവൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരു ആടർത്തിട്ടെങ്കിലും എന്ത് ചെയ്യണം, നീ വലീമ നൽകണം എന്നുള്ളത്. ഇനി അതിന് പറ്റാത്തവരുണ്ട് എങ്കിൽ എന്താണോ തന്നെ കൊണ്ട് പറ്റുന്നത് ആ നിലക്ക് വലീമ നൽകിയിട്ട് എന്ത് ചെയ്യുക, അവർക്ക് നൽകാവുന്നതാണ് എന്നാണ്. അത് സാധുവാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പല ഭാര്യമാരെയും വിവാഹം കഴിക്കുമ്പോൾ അവിടുന്ന് സവീഖ് എന്ന ഒരു ഭക്ഷണമാണ് നൽകിയത്. നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പായസം പോലെയുള്ളൊരു സംഗതിയാണത്. അതിൽ ഈത്തപ്പഴവും അതേപോലെ ഗോതമ്പും ബാർലിയുമൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കുടിക്കാനും തിന്നാനും പറ്റുന്ന പാകത്തിലുള്ള ഒരു സംഗതിയാണ് സവീഖ് എന്നുള്ള ആ ഒരു ഭക്ഷണം നൽകിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലീമ നൽകിയിട്ടുള്ളത്. അപ്പോൾ എന്താണോ നമുക്ക് സാധിക്കുന്നത് അത് നൽകിയിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വലീമ നൽകാവുന്നതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് കടക്കെണിയിൽ പെട്ട് ഒരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാഹ് കഴിക്കുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് വീട്ടാൻ കഴിയാത്തത്ര നമ്മൾ കടം വാങ്ങിയിട്ടും ലോൺ വാങ്ങിയിട്ടൊക്കെ ആ നിലയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അത് പിന്നീട് വലിയ ബുദ്ധിമുട്ടായി മാറുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏറ്റവും ലളിതമായി ചെയ്യുന്ന നിക്കാഹാണ്, അതിലാണ് ഏറ്റവും ബറക്കത്ത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. സമുദായവും ആ നിലയ്ക്ക് ചിന്തിക്കണം, അല്ലേ. മറ്റുള്ളവർക്ക് ഇതൊരു ഒരു മാതൃകയാവട്ടെ എന്ന് പറഞ്ഞ് പെരുമ കാണിക്കുന്ന ഒരവസ്ഥ എല്ലാവരും ഒഴിവാക്കണം. എല്ലാവരും ലളിതമായി തന്നെ കഴിക്കാൻ ആ നിലയ്ക്ക് ഇതൊരു എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, പരസ്പരം സഹായിച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാക്കി ഇതിൽ മാറ്റണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലാഹ് വബഅദ്. റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലക്ക് തഖ്വയോടുകൂടി ജീവിച്ച് മരിക്കുന്ന യഥാർത്ഥ സൗഭാഗ്യവാന്മാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നിക്കാഹ് എന്നുള്ള ഏറെ പവിത്രമായ ഒരു സംഗതിയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ വിവാഹം എല്ലാവിധ ആഭാസങ്ങളുടെയും കലവറയായി മാറിയിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ലളിതമായി നടത്തപ്പെടുന്ന നിക്കാഹിലാണ് ഏറ്റവും ബറക്കത്തുള്ളത് എന്ന് പഠിപ്പിക്കപ്പെട്ട ആ നിക്കാഹ് ഇന്ന് ഏറ്റവും കൂടുതൽ ആഭാസത്തിൻ്റെയും ഹറാമുകളുടെയും കലവറയായി മാറിയിരിക്കുകയാണ്. നിക്കാഹിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അതിൽ ബറക്കത്തുണ്ട് എന്നാണ്. നിക്കാഹ് കഴിച്ചാൽ അള്ളാഹു ധന്യത നൽകുമെന്നാണ്. അള്ളാഹു അതിലൂടെ ഒരുപാട് ധന്യത നൽകുമെന്നാണ്. ദീനിൻ്റെ പൂർത്തീകരണം എന്ന് പറഞ്ഞു. ഹറാമുകളിൽ നിന്നുള്ള സൂക്ഷ്മയാണ്, ശക്തമായ പരിചയാണ് എന്ന് ഈ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞു. എന്നാൽ എല്ലാവിധ ഹറാമുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ നിക്കാഹുകൾ, അല്ലേ. പ്രത്യേകിച്ചും മുസ്ലിം സമുദായത്തിലാണ് ഇതൊക്കെ കാണുന്നത്. ഇന്ന് നമ്മുടെ കുട്ടികൾ വിവാഹം കഴിക്കുന്നത്, കല്യാണം കഴിക്കുന്നത് നമുക്ക് തോന്നിപ്പോകുന്നത് ഇവർ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ്. റീൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ കല്യാണം കഴിക്കുന്നത് എന്ന് തോന്നിപ്പോവുകയാണ്. ഇനി വരുന്ന ജീവിതം എന്ത് തന്നെ ആയിക്കോട്ടെ, നമുക്ക് നല്ല റീൽസ് കിട്ടണം, നല്ലൊരു ഷോർട്ട് വീഡിയോ നമുക്ക് ഇതിലൂടെ കിട്ടണമെന്നാണ് പലരും ആഗ്രഹിക്കുന്നത്, അല്ലെ. പല പെൺകുട്ടികളും ആൺകുട്ടികളും വിചാരിക്കുന്നത് ഇത്തരം റീൽസ് കണ്ട് ഇത് വലിയ സംഭവമാണ് എന്ന് വിചാരിച്ച് ഇതാണ് ജീവിതം എന്ന് വിചാരിക്കുന്ന പല ആളുകളുമുണ്ട്, പല കുട്ടികളുമുണ്ട്. ഇത്തരം റീൽസ് കണ്ട് റീൽസിൽ എന്താ കാണിക്കുന്നത്? ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ മാത്രമാണ് കാണിക്കുന്നത്.
വലിയ ചോക്ലേറ്റ് കൊണ്ടുവരുന്നതും വലിയ ഐഫോൺ നൽകുന്നതുമൊക്കെ കണ്ട് ഇത്തരം സ്വാധീനമുണ്ടായ കുട്ടികൾ ഇതാണ് ജീവിതം, ഇതാണ് യാഥാർത്ഥ്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് വലിയ പ്രതീക്ഷ വെച്ച്. എന്നാൽ ജീവിതം എന്നാൽ എന്താണ് സഹോദരന്മാർ? ജീവിതം എന്നുള്ളത് മധുരവും കയ്പുമൊക്കെ അല്ലെ മിശ്രിതമാണ്. മധുരത്തിൻ്റെയും കയ്പിൻ്റെയും സുഖങ്ങളും സൗകര്യങ്ങളും അതേപോലെ സന്തോഷവും സന്താപവും നിറഞ്ഞതാണ് ജീവിതം എന്നുള്ളത്. എന്നാൽ റീൽസ് കണ്ട് സ്വാധീനം ഉൾക്കൊണ്ട ഇത്തരം കുട്ടികൾ വിചാരിക്കുന്നത് ജീവിതം എന്നുള്ളത് സന്തോഷങ്ങൾ മാത്രമാണ് എന്നാണ്. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കയ്പ് വരുമ്പോൾ, എന്തെങ്കിലും ഒരു പ്രയാസം വരുമ്പോൾ ആകെ തളർന്ന് മറിയുകയാണ്. എത്ര കുടുംബ ബന്ധങ്ങൾ താറുമാറായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ത്വലാഖിൻ്റെ വക്കീലാണ് പല കുടുംബങ്ങളും. ഇന്നലെ കഴിഞ്ഞ നിക്കാഹ് കഴിഞ്ഞ പല കുട്ടികളുടെയും ഇന്നത്തെ അവസ്ഥ ത്വലാഖിൻ്റെ വക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. വളരെ ദുരന്തം പിടിച്ചൊരവസ്ഥയാണ്. പണ്ടൊക്കെ തൗഹീദുള്ള വീടുകളിൽ വലിയ സ്റ്റിക്കറിൽ എഴുതി വെക്കുമായിരുന്നു അല്ലേ. നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു, സ്ത്രീധനം വാങ്ങുന്ന വിവാഹത്തിന്, ആഭാസം നിറഞ്ഞ വിവാഹത്തിന് നമ്മെ ക്ഷണിക്കേണ്ടതില്ല എന്ന് പണ്ടൊക്കെ എഴുതി വെച്ചിരുന്ന ആളുകൾ ഇന്ന് അവരുടെ മക്കളുടെ വിവാഹം തന്നെ റീൽസിൻ്റെ വിവാഹമായി മാറിയിരിക്കുകയാണ് അല്ലേ. തൗഹീദുള്ള ആളുകളുടെ മക്കളുടെ വിവാഹം പോലും ഇത്തരം ഒരു ആഭാസം നിറഞ്ഞതാണ് എങ്കിൽ സഹോദരന്മാരെ, നമ്മളൊക്കെ ഉത്തരവാദികളാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി, എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തങ്ങളുടെ കീഴിൽ ആരൊക്കെയുണ്ടോ അവരെക്കുറിച്ചെല്ലാം ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് രക്ഷിതാവിന് എന്താ റോള് അല്ലേ? രക്ഷിതാവിന് എന്താ നിക്കാഹിൻ്റെ വേളകളിൽ എന്ത് റോളാ ഉള്ളതിന്ന്? എല്ലാം ഒരുപക്ഷെ ഈവൻ്റ് മാനേജ്മെൻറ്റ് പറഞ്ഞതുപോലെ ആയിരിക്കും, അതല്ലെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വിലക്ക് നിർത്തിയ ജോലിക്ക് നിർത്തി ക്യാമറമാൻ പറയുന്നത് പോലെ ആയിരിക്കും, അതല്ലെങ്കിൽ ഈ പുതിയണ്ണിൻ്റെയും ഈ ചെറുക്കൻ്റെയും കൂട്ടുകാരന്മാർ തീരുമാനിക്കുന്നത് പോലെ ആയിരിക്കും. രക്ഷിതാവിന് ഒരു റോളും ഉണ്ടാവില്ല. സഹോദരൻ, നമ്മുടെ മക്കൾ അങ്ങനെ ആകാൻ പാടില്ല എന്നുള്ള തീരുമാനം എടുക്കണം. അങ്ങനെ നട്ടലില്ലാത്ത രക്ഷിതാവായി നമ്മൾ മാറരുത് സഹോദരന്മാരെ. ഇതൊക്കെ നമ്മളോട് ചോദിക്കപ്പെടുമെന്നുള്ള ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകണം. ഇതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. വാപ്പ എപ്പോൾ കയറി വരണം, എങ്ങനെ കയറി വരണം, ഉമ്മാൻ്റെ കൈ പിടിച്ച് ആടി ഉലഞ്ഞു വരണം അല്ലേ, ഇതൊക്കെ ഇവരാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ പടക്കം പൊട്ടിക്കുന്നു, സ്റ്റേജിലേക്ക് പുക ഇങ്ങനെ പൊന്തി വരുന്നു, ലൈറ്റിങ്സും മ്യൂസിക്കും ഒക്കെ ഓണാക്കുന്നു. അങ്ങനെ അണിഞ്ഞൊരുങ്ങിയ അതുവരേക്കും ഒരു പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടി നിഖാബ് ധരിച്ച പർദ്ദ ധരിച്ചിരുന്ന പെണ്ണ് പലരുടെയും നിർബന്ധത്തിന് വഴങ്ങി അന്ന് അണിഞ്ഞൊരുങ്ങി മറ്റുള്ള അന്യ പുരുഷന്മാരുടെ മുന്നിൽ അവൾ പ്രദർശിപ്പിക്കുകയാണ് അവളുടെ സൗന്ദര്യം. അങ്ങനെ അണിഞ്ഞൊരുങ്ങി വധുവും വരനുമൊക്കെ അവരെന്ത് ചെയ്യുന്നു? അവർ ഈ മ്യൂസിക്കിൽ ആട്ടവും നൃത്തവും ആടുകയാണ്. മാത്രമാണോ സഹോദരന്മാരെ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ് ഈ റീൽസിനും മറ്റേ ഷോർട്സിനും വേണ്ടിയിട്ട്. ഒരു ഭാര്യയും ഭർത്താവും ബെഡ്റൂമിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ആയിരങ്ങളുടെ മുമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്ര വലിയ ആഭാസമാണ് സഹോദരന്മാരെ. അള്ളാഹുവിൻ്റെ ശിക്ഷ ഇറങ്ങാതിരുന്നാൽ അത് അത്ഭുതമാണ് അല്ലേ. എല്ലാ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ട് ആ അള്ളാഹുവിനെ കളിയാക്കുന്ന ഒരവസ്ഥ, അള്ളാഹുവിനോട് നന്ദി കേട് കാണിക്കുന്ന ഒരവസ്ഥ. സഹോദര, നമുക്ക് ഗീറത്ത് വേണ്ട ഈ വിഷയത്തിൽ. നമ്മളുടെ പെൺമക്കളെ, അതല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ, എൻ്റെ പുതിയ പെണ്ണിനെ ഏതോ ഒരുത്തൻ വന്ന് ക്യാമറയ്ക്ക് മുന്നിൽ അവളുടെ മാറിടവും അവളുടെ പിൻവശവുമൊക്കെ സൂം ചെയ്തും അടുത്ത് നിന്നും അകലെ നിന്നുമൊക്കെ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് അവൻ എഡിറ്റ് ചെയ്ത് ഇതൊക്കെ ആളുകളുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ്. എന്നിട്ടത് പിന്നെ വീണ്ടും ആയിരങ്ങളും പതിനായിരങ്ങളും സ്റ്റാറ്റസിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര മോശപ്പെട്ട കാര്യം. ദയ്യൂസ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തൻ്റെ പെൺമക്കളെയും തൻ്റെ ഭാര്യയെയും പെൺമക്കളെയും ഹറാമ് ചെയ്യാൻ അനുവദിക്കുന്ന ഒരവസ്ഥ, ഗീറത്തില്ലാത്ത ഒരവസ്ഥ ഒരു മുസ്ലിമിനും ഉണ്ടാകാൻ പാടില്ല സഹോദരന്മാരെ. അതേപോലെ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു സംഗതിയാണ്, നിക്കാഹ് കഴിഞ്ഞാൽ അന്ന് വീട്ടിൽ വന്ന് ഒരു തട്ടുകടയിടാം, അവിടെ ചായ ഉണ്ടാക്കുകയും എന്നിട്ട് പഴയ വല്യന്മാരുടെയും വല്യപ്പാരുടെയും ഒക്കെ വസ്ത്രം ധരിച്ച് ചായ ഉണ്ടാക്കുകയും ആംപ്ലേറ്റ് ഉണ്ടാക്കുകയും മറ്റു ആളുകൾക്ക് കൊടുക്കുകയാണ് ഇങ്ങനെ പഴകിയ വസ്ത്രം ധരിച്ച്. എത്ര മോശമായ സംസ്കാരം അല്ലേ. നമ്മുടെ നാടുകളിൽ ബുൾഡോസറിലൊക്കെ വരാണ് വരനും വധുവും ഒക്കെ, ബുൾഡോസറിൽ.
എന്തൊരാഭാസമാണ് സഹോദരന്മാരെ. കൊറോണ കാലത്ത് നമ്മൾ എല്ലാം നന്നായി എന്നാണ് വിചാരിച്ചത്. കൊറോണ കാലം കഴിഞ്ഞപ്പോൾ ആളുകളൊക്കെ പേടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. കൊറോണ കാലം കഴിഞ്ഞ ഉടനെ, കഴിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീഡിയോയിൽ കണ്ടത് എന്താ അറിയോ, സോഷ്യൽ മീഡിയയിൽ കണ്ടത്, കല്യാണത്തിൻ്റെ അന്ന് ബ്രൈഡ് ട്യൂബിയോ അതല്ലെങ്കിൽ ഗ്രൂം ട്യൂബിയോ അന്നത്തെ ദിവസം ക്ലോസറ്റിൽ കേക്ക് വെച്ച് അതിൽ നിന്ന് നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ ആളുകൾ കഴിക്കുകയാണ്. ക്ലോസറ്റിൽ കേക്ക് വെച്ചിട്ട് അതിൽ നിന്ന് കഴിക്കുകയാണ്. അപ്പോൾ അത്രക്കും തരംതാണ് പോയി. നമ്മളൊക്കെ മാറണം. നമ്മൾ ഓരോരുത്തരും മാറിയാലാണ് മറ്റുള്ള ആളുകൾ മാറുന്നത്. അതുകൊണ്ട് നമ്മൾ മാറുക. അതേപോലെ ആദ്യ രാത്രിയിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ. ആദ്യ രാത്രി എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ, ഒരു പുരുഷൻ്റെ, ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും അസുലഭ നിമിഷമാണ്, ഏറ്റവും വലിയ അനുഗ്രഹമാണത്. എന്നാൽ ഇന്ന് പലർക്കും ആദ്യ രാത്രിയില്ല. എന്താ, ഇവൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് ബെഡ്റൂമിൽ ആഭാസം കാണിക്കുകയാണ്, വിടുന്നില്ല. അതല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ, അതല്ലെങ്കിൽ ഇവൻ്റെ തന്നെ വീട്ടുകാർ വിടുന്നില്ല, ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്, പല കാര്യങ്ങളും ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുകയാണ്. നമ്മുടെ നാടുകളിലൊക്കെ ഇത് വ്യാപകമാണിത്. അങ്ങനെ പുലർച്ചെ വരെ അവർ അവിടെ ഇരിക്കുകയാണ്. എത്ര മോശമാണ് സഹോദരൻ. ഇതിൽ നിന്നൊക്കെ മാറി ഒരു നല്ലൊരു ഇസ്ലാമിൻ്റെ സംസ്കാരത്തിലേക്ക് വരാനുള്ള എല്ലാ ജാഗ്രതയും എല്ലാവിധ തീരുമാനങ്ങളും നമ്മൾ എടുക്കണം. നമ്മുടെ പള്ളിയുടെ ഭാഗത്ത് നിന്നാണെങ്കിലും പരസ്പരം എല്ലാവരും ഉണർത്തിക്കൊണ്ട് ആ നിലയ്ക്ക് നമ്മൾ മാറണം, അല്ലേ? ഇതൊരു എളുപ്പമുള്ള കാര്യമാണ്. ഇത്തരം ഹലാലായ പവിത്രമായ എളുപ്പമുള്ള കാര്യത്തെ നമ്മൾ പ്രയാസമാക്കി കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും പുരുഷന്മാർക്ക്, അല്ലേ, രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, പ്രായമെത്തിയ നമ്മുടെ ആൺമക്കൾക്കും ഇതൊരു എളുപ്പമാക്കി നമ്മൾ കൊടുക്കണം. പെൺമക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മൾ നൽകുമ്പോൾ, ഒരുപാട് സ്വർണം എടുത്ത് കൊടുക്കുമ്പോൾ പലപ്പോഴും ആൺമക്കളെ നമ്മൾ അതിൽ നിന്ന്, അവർക്ക് ചിലപ്പോൾ സാമ്പത്തികമായി അവർ ആ ഒരു ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. പക്ഷേ ഉപ്പമാർ, രക്ഷിതാക്കൾ ഉള്ളവരെന്ത് ചെയ്യണം? അവരെ സഹായിക്കണം. ഇതൊക്കെ നമ്മൾ എളുപ്പമാക്കി കൊടുക്കണം. ഇല്ല എങ്കിൽ ഹറാമായ പലതും അവർക്ക് എളുപ്പമായി മാറും. ഇന്ന് ട്രെയിനുകളിൽ വ്യഭിചാരങ്ങൾ നടക്കുകയാണ്, സ്കൂളുകളിൽ നടക്കുകയാണ്. കൗൺസിലർമാർ, നമ്മുടെയൊക്കെ സുഹൃത്തുക്കൾ പറയുകയാണ്, 8ലും 9ലും പഠിക്കുന്ന, അല്ലേ, കുട്ടികൾ വരെ ഗർഭിണികളായിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, നമ്മൾ ജാഗ്രത പാലിക്കണം. അള്ളാഹ് എളുപ്പമാക്കി തന്ന, പവിത്രമാക്കി തന്ന ഈ കാര്യത്തെ നമ്മൾ എളുപ്പമാക്കണം, പ്രയാസപ്പെടുത്താൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിൻ്റെ ആ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാം, അദ്ദേഹത്തിന് വിവാഹത്തിന് തൊട്ടു മുമ്പായി കൈകളിൽ ഒന്നുമില്ലാത്ത സമയത്ത് അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം പ്രാർത്ഥിച്ചു, റബ്ബി ഇന്നി ലിമാ അൻസൽത ഇലയ്യ മിൻ ഖൈറിൻ ഫഖീർ. അള്ളാഹുവേ, എൻ്റെ കൈകളിൽ ഒന്നുമില്ല റബ്ബേ, നീയാണ് എല്ലാ ആശ്രിതൻ, നിന്നിലേക്കാണ് റബ്ബേ ആശ്രയിക്കുന്നത്, ഞാൻ വെറും ഫക്കീർ മാത്രമാണ് റബ്ബേ, നിന്നിലേക്ക് ഫക്കീറാണ് റബ്ബേ, നീ എന്താണോ എനിക്ക് നൽകുന്നത് അതിന് ഞാൻ ഫക്കീറാണ് റബ്ബേ. അവിടെ തൗഹീദ് അദ്ദേഹം ഊട്ടിയുറപ്പിച്ചു. മറ്റുള്ള മുൻകഴിഞ്ഞ പ്രവാചകന്മാരോട് അദ്ദേഹം പ്രാർത്ഥിച്ചില്ല, മറ്റുള്ള സ്വാലിഹീങ്ങളോട് അദ്ദേഹം പ്രാർത്ഥിച്ചില്ല. റബ്ബിലേക്ക് ആത്മാർത്ഥമായി കൈകൾ ഉയർത്തിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഹറാമുകൾ ഒഴിവാക്കി. സ്ത്രീകളെ കണ്ടപ്പോൾ അദ്ദേഹം ആ സ്ത്രീകളെ നോക്കാൻ നിന്നില്ല, മറിച്ച് അദ്ദേഹം കണ്ണുകളെ താഴ്ത്തി സൂക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ചാരിത്രം അദ്ദേഹം സൂക്ഷിച്ചു. റബ്ബിനെ വിളിച്ച് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഞാൻ ഫക്കീറാണ് റബ്ബേ, നിന്നിലേക്ക് ഫക്കീറാണ്, മറ്റുള്ള ഒരാളോടും എനിക്ക് ചോദിക്കാനില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ അള്ളാഹു പലതും നൽകി. അള്ളാഹു അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുത്തു, അദ്ദേഹത്തിന് നല്ലൊരു ജോലി കൊടുത്തു, നല്ലൊരു പാർപ്പിടം നൽകി. എങ്കിൽ സഹോദരന്മാരെ, പണ്ഡിതന്മാർ പറയുകയാണ്, ഒന്നുമില്ലാത്ത ആളുകൾ ഈ പ്രാർത്ഥന ധാരാളമായി അധികരിപ്പിക്കുക, അള്ളാഹു എല്ലാം നൽകും, റിസ്ക് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ ഈ ദുനിയാവിൽ ലഭിക്കുന്ന ഏറ്റവും നല്ല സൗഭാഗ്യമാണ്, ഏറ്റവും നല്ല സ്വത്താണ് അൽ മർഅതു സാലിഹ വ ഖൈറു മതാഇഹ അൽ മർഅതു സാലിഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ സ്വാലിഹത്തായ പെണ്ണാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം. ആ സൗഭാഗ്യം കിട്ടണമെങ്കിൽ സഹോദരന്മാരെ, പണ്ഡിതന്മാർ, സലഫുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, സ്വാലിഹത്തായ പെണ്ണ് എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ പരിശ്രമം കൊണ്ട് മാത്രം ലഭിക്കുന്ന ഒന്നല്ല, മറിച്ച് ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തഖ്വ പുലർത്തിയാൽ, സൂക്ഷ്മത പുലർത്തിയാൽ ആ സൂക്ഷ്മതക്കുള്ള ഗിഫ്റ്റായിട്ട് നൽകുന്നതാണ് അൽ മർഅതു സാലിഹ എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുക. ആ അത്തരം നല്ല മർഅതു സാലിഹ ആരാണ്? അല്ലേ, ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഇൻഷാ അല്ലാഹ് വരുന്ന ഖുത്ബകളിൽ നമുക്ക് മനസ്സിലാക്കാം ആരാണ് നല്ല പെണ്ണ്, ആരാണ് നല്ല പുരുഷൻ, ആരാണ് നല്ല ഭർത്താവ്, ഭാര്യ എന്നൊക്കെ.
ഇനിയുള്ള ഖുതുബകളിൽ മനസ്സിലാക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ നല്ല ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിക്കാൻ പ്രായം ചെന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അള്ളാഹു നല്ല ഇണകളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങൾക്ക് അള്ളാഹു അവൻ്റെ മഹത്തായ ഫദ്ൽ കൊണ്ട്, റഹ്മത്ത് കൊണ്ട് നമുക്കെല്ലാം പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യ സന്താനങ്ങളിൽ നിന്ന് അള്ളാഹു കൺകുളിർമയെ പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ്സിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത് റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.